ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം വിജനമായിട്ടാണ് കിടക്കുന്നത്. കാരണം സമയം 12 മണി കഴിഞ്ഞു. രാവിലെയാണ് ഇവിടെ എല്ലാം ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഉച്ചയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേന് ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകും. രാവിലെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്ന് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ രാവിലെ വരണം. തിരക്കില്ലാതെ വരണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരണം. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ തിരക്കില്ല, ഫുൾ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. കുറേ വള്ളങ്ങൾ അവിടെ സൈഡ് ഒതുക്കിയിട്ടിരിക്കുന്നതാണ്. ഇതുപോലെ ഒരു വള്ളത്തിലാണ് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 6-7 പേർക്ക് യാത്രയാവുന്ന രീതിയിൽ അത് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ തോരണങ്ങളൊക്കെ കെട്ടി ഭംഗിയാക്കി ആണ് പോകുന്നത്. നല്ല സൗണ്ടുണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. ഇതാണ് മാർക്കറ്റിൻ്റെ മെയിൻ ഏരിയ. ഇപ്പോൾ ഇവിടെ വന്ന് നമുക്ക് അതിലേക്ക് കയറാം, എന്താ പറയുന്നത്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. ഇറങ്ങി അവിടെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പറ്റും. അങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്ററിലേക്ക് നമ്മൾ എത്തി ഇതിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഴുക്കായിട്ടാണ് കിടക്കുന്ന വെള്ളമൊക്കെ. കാരണം ഈ ദിവസങ്ങളിൽ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളമൊക്കെ കലങ്ങിയാണ് കിടക്കുന്നത്. ഏതായാലും കൊള്ളാം. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ജീവിത രീതിയും ഇവിടെയുള്ള ആളുകളുടെ കൾച്ചറും ഇവിടെയുള്ള ആളുകളുടെ കഠിനാധ്വാനമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വെള്ളത്തിൻ്റെ അകത്ത് മിക്കവാറും ഏരിയ മുഴുവൻ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അകത്ത് അവർ ജീവിക്കുകയും അവരവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെയൊക്കെ നാട്ടിൽ ആലപ്പുഴയിലൊക്കെ ഇതുപോലെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളൊക്കെ തുടങ്ങുകയും വിദേശികളെ ആകർഷിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. പക്ഷേ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളോ ഒന്നും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ക്രമീകരിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. നോക്കിക്കേ, ഈ ഏരിയ മുഴുവനും ആക്റ്റീവായിട്ടിരിക്കുന്നൊരു സമയം വളരെ ഭംഗിയായിട്ട് അവിടെ തോരണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഇട സമയത്ത് ആളുകൾ വളരെ കുറച്ചുള്ളൂ. ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ മാത്രമാണ് അവിടെ മിച്ചമുള്ളൂ. അങ്ങനെയുള്ള ആളുകളൊക്കെ അവരവരുടെ ദിനചര്യകളിലേക്ക് പ്രവേശിക്കുന്നു. തുണി അലക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വിശ്രമത്തിന് വേണ്ടിയിട്ട് പ്രവേശിക്കുന്ന സമയമാണ്. എങ്കിലും ഇടയ്ക്ക് വരുന്ന ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെയുള്ള ബോട്ടുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് അവർ റെഡിയാണ്. അവരൊന്ന് തല ഉയർത്തി നോക്കും. നോക്കിക്കേ, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ചെടിത്തോട്ടങ്ങൾ, ഏതോ ഗാർഡൻ ഇഷ്ടമുള്ള ആരോ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരവരുടെ വീടിൻ്റെ അടുത്ത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ശരിക്കും ഒരു വലിയ സംവിധാനം തന്നെയാണ്. ഏതായാലും ബോട്ടിങ്ങൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ മടക്ക യാത്ര തുടങ്ങുന്നത്. നല്ല സ്പീഡിലാണ് അണ്ണം കത്തിച്ച് വിടുന്നത്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവറുടെ പേര് സ്പൾബർ എന്ന് പറയുന്ന കണക്ക്. പുള്ളിയുടെ യാത്രാവിവരണത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രൈവറാണ് സ്പൾബർ. ഈ അണ്ണൻ്റെ പേര് ചിംപു എന്നാണ്. അപ്പോൾ ചിംപു അണ്ണൻ്റെ കൂടെ നമ്മുടെ യാത്ര പോയി. അപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.